ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു വെച്ച ഗംഭീരമായ സാരസമ്പൂർണമായ ഒരു ആയത്ത് വലഖദ് സറഫ്ന. ഈ പരിശുദ്ധമായ ഖുർആനിൽ ഫിഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ എല്ലാം നമ്മൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ലിന്നാസ്, ജനങ്ങൾക്ക്. മിൻ കുല്ലി മസൽ, എല്ലാ ഉപമകളിൽ നിന്നും ഒരാഖറുണ്ട്. ഇത് തീരുന്നതാണ്, ഈ ലോകം അവസാനിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുമില്ല. അള്ളാഹു എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ആകാശത്തേക്കൊന്ന് നോക്കി, ഈ ഭൂമിയിലേക്കൊന്ന് നോക്കി, ലോകത്തിന്റെ വൈവിധ്യങ്ങളൊന്ന് നോക്കി, നിങ്ങൾക്ക് ആത്മജ്ഞാനം കിട്ടും, ദിവ്യാനുരാഗം കിട്ടും, അള്ളാഹനെ മനസ്സിലാക്കാൻ പറ്റും, എല്ലാം കിട്ടും. പക്ഷേ വാട്ട് ഈസ് ദി പ്രോബ്ലം? എന്താ പ്രശ്നം എന്നറിയോ? ഖുർആൻ പറയാണ്, മനുഷ്യ നിന്റെ പ്രശ്നം എന്താണ്? എല്ലാം തിരിയേണ്ട അല്ലാഹു അല്ലാഹ് എന്ന് തിരിയാതെ ആഖിറമെന്ന ലോകമില്ലാതെ നീ നടക്കുകയാണെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന പ്രശ്നം വക്കാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദലാ. എല്ലാം മനുഷ്യരുണ്ട്, പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയോ? വക്കാന ആയിരിക്കുന്നു അൽ ഇൻസാൻ, മനുഷ്യര് മുഴുവൻ അക്സറ ഷൈഇൻ, ഒരു വസ്തു ഏറ്റവും കൂടിയവരായിരിക്കുന്നു. ഏതാണ് ആ വസ്തു? ജദല, തർക്കം. തർക്കം എല്ലാത്തിന്റെയും ബ്യൂട്ടി. നമ്മൾ ഇന്ന് നടത്തി ജുമാക്ക് എന്തൊരു ആനന്ദമുണ്ട് സത്യത്തിൽ. നമ്മൾ നടത്തുന്ന നിസ്കാരമില്ലേ, അതിനെന്തും മധുരമാണ്. വഖുറത്തു ഐനി ഫിസ്സലാ, എനിക്ക് നിസ്കരിക്കുമ്പോഴാണ് കൺകുളിർമ കിട്ടാറുള്ളതെന്ന് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ. ഈ പള്ളിക്ക് വരുന്നതിന് എന്തൊരു ആനന്ദമുണ്ട്. പള്ളിയിലേക്ക് എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിക്കും എത്ര ആനന്ദമുണ്ട്. ആരതൊക്കെ കൊണ്ടുപോയത്? ഇവിടെ പോയി ആരാധനകളുടെ സൗന്ദര്യം എവിടെ നഷ്ടപ്പെട്ടു പോയി? പ്രശ്നം നമ്മളാണ്. മനുഷ്യന് വല്ലാതെ താർക്കികനായി പോയല്ലോ. എന്തിനും തർക്കിക്കാണ്. അള്ളണ്ട് എന്ന് പറഞ്ഞാൽ തർക്കം, നിസ്കാരം 5 വക്താണെന്ന് പറഞ്ഞാൽ തർക്കം, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാൽ തർക്കം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിനും തർക്കമാണ്. ആരാണ് റസൂൽ? സമാധാനത്തിന്റെ ദൂതനല്ലേ. ആ മുഹമ്മദ് മുസ്തഫാന്റെ പേരിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തർക്കമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട്. ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കാണ്. നമ്മൾ ബി അവെയർ ഓഫ് ഇറ്റ്. ഇതിനെപ്പറ്റി ശരിക്കും ബോധവാന്മാരാവണം. ഇദാ അറാദല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ഖൗമിൽ ശർറുണ്ടാകണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഒരു നാട് ഷെറിലാകണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഒരു സംവിധാനം ഷെറിലാകണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ, ശഅലഹുമുൽ ജദലു, അവരെ തർക്കം എൻഗേജ് ആക്കുന്നതാണ്. അവർക്ക് പണിയെടുക്കാൻ സമയം ഉണ്ടാവൂല, തർക്കിക്കാനേ സമയമുണ്ടാവുകയുള്ളൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, വലാ തനാസഉ, വെറുതെങ്ങനെ തർക്കിക്കല്ലേ. തർക്കിച്ചാൽ നിങ്ങൾ തോറ്റു തൊപ്പിടേണ്ടി വരും. എത്ര പച്ചക്കുള്ള വർത്തമാനമാണ്. നിങ്ങൾ തർക്കിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കാറ്റുപോയി പോകും. അല്ലേ? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ടോക്കാണ് നടത്തുന്നത്. നിങ്ങളെ കാറ്റിന് പോയി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ചർച്ച ചെയ്ത ആയത്തതായിരുന്നു. അള്ളാഹു ഇതിൽ നിന്ന് ഉൾക്കൊണ്ട് ജീവിതത്തിന്, അല്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട മനോഹരമായ ഒരു ഹദീസ്, മൻ സ്വമത നജാ, തർക്കിക്കല്ല. മൻ സ്വമത, തർക്കങ്ങൾക്കിടയിൽ ഒരാൾ മിണ്ടാതിരുന്നാൽ നജാ, അവൻ രക്ഷപ്പെട്ടുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ആയത്ത് നമ്മൾ ചർച്ച ചെയ്തു. അതിന്റെ ശേഷം
അതിന്റെ ശേഷം എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഈമാനിനെ ഉൾക്കൊള്ളാത്തതെന്നും നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പടച്ച റബ്ബിന്റെ ഒരു ചോദ്യമാണ്. വമൻ അവലമു മിമ്മൻ ദുഖിറ ബിആയാതി റബ്ബി. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതപ്പെട്ടിട്ടും ഫഅഗ്റള അൻഹാ, അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവനേക്കാൾ അക്രമം ചെയ്യുന്നവനായിട്ടാരുണ്ട്? എല്ലാം അല്ലാഹു പഠിപ്പിച്ചു, എന്നിട്ടെല്ലാം ബോധ്യപ്പെടുത്തി, എന്നിട്ട് ഇതിന് മാറ്റില്ലെങ്കിൽ അവരെക്കാൾ വലിയ അക്രമികൾ ആരുണ്ട്? നമ്മളിപ്പോ ആസാമോ ബംഗാളോ ആന്ധ്രയിലൊക്കെ പോയാൽ അവരൊന്നും ഇത്ര വലിയ വാല്യുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ വിദ്യാഭ്യാസമില്ല, ദഅവത്തുമില്ല, പ്രബോധനമില്ല. അള്ളാഹു ഉന്നതമായ രൂപത്തിൽ നടത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഞങ്ങളൊക്കെ പഠിച്ച ദാറുൽ ഹുദയിലെ ഞങ്ങളുടെ ഒരുപാട് ഇക്കാക്കമാർ അൽഹംദുലില്ലാ ഇന്ന് അവിടെ സേവനം ചെയ്യുകയാണ്. അതുപോലെ മറ്റും ഒരുപാട് പണ്ഡിതന്മാർ അവരുടേതായ ഭാഷയിൽ അവിടെ ദഅവത്ത് നടത്തുക. അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷം അവിടെയുള്ള ഒരു വില്ലേജിന്റെ ചെലവ് മൊത്തം നമ്മുടെ മാണിയമ്പലത്തു മഹല്ലിൽ എന്നാണ് കിട്ടിയത്. അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ പറയുന്നത് അവരെ പോലെ അല്ലല്ലോ നമ്മൾ. നമുക്കെല്ലാം ഉണ്ട്, ദഅവത്തിനു മീത ദഅവത്താണ്. എന്നിട്ടും ഇതിനെ തൊട്ട് മറന്നു കളഞ്ഞാൽ വനസിയമാ ഖദ്ദമത് യദാ, ചെയ്തതൊക്കെ മറന്നുപോയാൽ അവനേക്കാൾ വലിയ അക്രമികാരിയായിട്ടാരുണ്ട്? ഇങ്ങനെ തിരിഞ്ഞു കളഞ്ഞാലോ അല്ലാഹു പറയാണ്, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം മകിന്നതൻ അൻ യഫ്ഖഹൂ. അവരെ ചെവിയിൽ കൊണ്ടുപോയിട്ട് മൂടി വെക്കും, അടപ്പ് വെക്കും. ഹൃദയത്തിൽ അവരുടെ ചെവിയിലോ വക്റാം മൂടിയും വെക്കും. നമ്മളിങ്ങനെ തിരിഞ്ഞു കളഞ്ഞാൽ അള്ളങ്ങ് മൂടിക്കളയും. പിന്നെ വഅള് കേട്ടാലും ആയത്ത് കേട്ടാലും പ്രബോധനം കേട്ടാലും അതങ്ങ് കത്തൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരങ്ങൾ ഉപദേശിച്ചു നോക്കി, അവരെ എത്ര ഹിദായത്തിലേക്ക് ക്ഷണിച്ചാലും അവരൊരിക്കലും ഹിദായത്തിലേക്ക് വരൂല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എത്രയോ വഅള് കേട്ടു, എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടു, എത്രയോ നസീഹത്തുകൾ കേട്ടു. നമ്മൾ മാറാൻ തയ്യാറല്ലെങ്കിൽ അല്ലാഹു അടപ്പ് വെക്കും. അടപ്പ് വെച്ചാ പിന്നെ മാറ്റം ഉണ്ടാവില്ല. യുക്തിവാദിയായി മുർത്തതായി മരിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ഒരു ഭീഷണിക്ക് ശേഷം അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സൂദിക് വേഴ്സ്, ഒരു സമാശ്വാസത്തിന്റെ വേഴ്സ് ഉണ്ട്. സത്യത്തിൽ നമ്മളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തു, പറഞ്ഞാൽ കേൾക്കണില്ല, ഇങ്ങനെ നടക്കുകയാണ്. എന്നാലും അള്ളാഹ് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. നിന്റെ റബ്ബുണ്ടല്ലോ, അവന് വല്ലാതെ പൊറുത്തരുന്ന ആളാണ് കേട്ടോ. പേടിക്കുന്നു വേണ്ട. തെറ്റ് ചെയ്ത് അപരാധത്തിലായി എന്ന് വിചാരിച്ച് പേടിക്കണ്ടവർ. നിന്റെ റബ്ബ് വല്ലാതെ പൊറുത്തു തരുന്നവനാണ്. അവൻ കാരുണ്യമുടയവനാണ്. അല്ലാഹു ആ റഹ്മത്ത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖും ഭാഗ്യവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ലൗ യുആഖിദുഹും ബിമാ കസബു, മനുഷ്യർ ചെയ്തതുകൊണ്ട് അല്ലാഹു പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, അല്ലാഹു അദാബിനെ ഉളരിപ്പിക്കുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, കണ്ണുകൊണ്ട് കണ്ടതിന് പടച്ചോ ശിക്ഷിക്കുകയാണെങ്കിൽ, നാക്കുകൊണ്ട് പറഞ്ഞതിന് അല്ലാഹു ശിക്ഷിക്കുകയാണെങ്കിൽ, കൈകൊണ്ട് പിടിച്ചതിന് അല്ലാഹു ശിക്ഷിക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എത്ര അവയവം ബാക്കിയുണ്ടാകും? ആലോചിച്ചു നോക്കൂ. വല്ലാഹു വറബ്ബുകൽ ഗഫൂറുർ റഹ്മ. അല്ലാഹു പൊറുത്തരാണ്. ഈ ഒരു ചിന്ത അല്ലാഹനെ പറ്റി നല്ല ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലോണം പൊറുത്തരുന്നവനും നല്ലോണം റഹ്മത്തുള്ളവനുമാണ്. അത് തെറ്റ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ആവരുത്. വ്യഭിചരിക്കുക, കള്ളു കുടിക്കുക, അപരാധങ്ങൾ ചെയ്യുക, നുണ പറയാ, എന്നിട്ട് അല്ലാഹ് കരീം, അല്ലാഹ് പൊറുത്തരില്ല, പലിശയുമായിട്ട് ബന്ധപ്പെടുക, അല്ലാഹ് പൊറുത്തരില്ല. അതിനുള്ളതല്ല.
നമ്മളിൽ ഒരുപാട് സംഭവിച്ചു പോയില്ലേ, ഒരുപാട് അപരാധം നടന്നു പോയില്ലേ. നിരാശരാകേണ്ട. നമ്മളെ അല്ലാഹു ഗാഫിറല്ല, പിന്നെയോ ഗഫൂറാണ്, നല്ലോണം പുറത്തിരുന്നവൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് ഉൾക്കൊള്ളുന്നിടത്താണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. മുത്തു റസൂലുള്ളാഹി പറഞ്ഞില്ലേ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ. ഫഇന്നി അതൂബു കുല്ല യൗമിൻ മിഅത മറ, എല്ലാ ദിവസവും ഞാൻ 100 തവണ തൗബ ചെയ്യാറുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിനയം കൊണ്ടും അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദറജ കിട്ടാനും ഓരോ ദിവസവും 100 തവണ. അല്ലെങ്കിലും അല്ലാഹ് അതിന് കാത്തിരിക്കാന്ന് തോന്നിപ്പോകും. അള്ളാഹു അതിന് കാത്തിരിക്കാണെന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയാണ്, യാ ദാവൂദ്, അല്ലയോ ദാവൂദ് നബിയെ, ലൗ യഅലമുൽ മുദ്ബിറൂൻ, എന്നെ തൊട്ട് തിരിഞ്ഞു കളയുന്ന കുറെ ആളുകളുണ്ട്, അവരൊക്കെ അറിയുകയാണെങ്കിൽ കൈഫ ഇന്തിളാലിലഹും, തെറ്റ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് കാത്തിരിക്കുന്നത്, വരിഫഖീ ബിഹിം, എന്റെ മൃദുലത അവരോട് എങ്ങനെയാണ്, വശൗഖീ ഇലാ തർക്കി മആസി, തെറ്റ് ചെയ്യാൻ ഞാൻ എത്ര പൂതി വെക്കുന്നുവെന്ന് അവരെങ്ങാനും മനസ്സിലാക്കിയാൽ ലമാതു ശൗഖൻ ഇലയ്യ, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവര് മരിച്ചു പോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് അങ്ങനെ കാത്തിരിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ റബ്ബ് ഗഫൂറാണ്, പൊറുക്കുന്നവനാണ്, റഹ്മാനാണ്. നമ്മൾ തൗബ ചെയ്യുമ്പോ നമ്മുടെ അല്ലാഹു വല്ലാതെ സന്തോഷിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തിരിച്ചറിയാത്തോണ്ടാ. തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അള്ളാന്റെ സന്തോഷം കണ്ടിട്ട് അള്ളാഹു ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് എന്നോട് ഇത്രയൊക്കെ ഇഷ്ടമുണ്ടല്ലോ എന്റെ അള്ളാഹ്ക്ക് എന്നാലോചിച്ച് നമ്മൾ മരിച്ചു പോകുമെന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇത് റമളാനാണ്, നല്ലോണം കരഞ്ഞു ദ്വാരക്കാം. ഒരു മണിക്ക് എണീക്കുക, ഒരു 3 മണിക്ക് എണീക്കുക, ഒരു 3:30 മണിക്ക് എണീറ്റുകൊണ്ട് ആരും അറിയാതെ ഒന്ന് വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പടച്ചോനെ പൊറുത്തു തരണേ, പൊറുത്തു തരണേ, പൊറുത്തു തരണേ, പൊട്ടിക്കരഞ്ഞാൽ നമ്മുടെ ദറജ അല്ലാഹുവിന്റെ അടുക്കൽ ഉയരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം പൊറുക്കാൻ കാത്ത്. മാത്രമല്ല, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ സന്തോഷിച്ചൊരുവനുണ്ട്, പിശാച് ലഅനത്തുല്ലാഹി അലൈഹി. ആ പിശാചുണ്ടല്ലോ നമ്മുടെ തൗബ കാരണം കരയുമെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് പറഞ്ഞില്ലേ, അല്ലാഹു മലായികത്തിങ്ങളോട് പറയും, അല അറിയണേ, മൻ ത്വലബനി, ആരെങ്കിലും എന്നെ തേടി വന്നാൽ വജദനി, അവർക്ക് എന്നെ കിട്ടുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാനെ വിളിച്ച അല്ലാഹു ഉത്തരം നൽകും. അള്ളാനോട് പൊറുക്കലിനെ ചോദിച്ചാൽ അല്ലാഹു പൊറുക്കലിനെ നൽകുന്നതാണ്. അള്ളാനെ വിളിച്ചാൽ മൻ ത്വലബനി വജദനി, ആരെങ്കിലും എന്നെ തേടിയാൽ അവനിക്ക് എന്നെ കിട്ടുന്നതാണ്. അല്ലാഹു ചോദിക്കുകയാണ്, വമൻ ദല്ലദീ, ആരാണ് ലോകത്തുള്ളത്, അഖ്ബല അലിയ, എന്നിലേക്ക് മുന്നിട്ട് വന്നിട്ട് മാ ഖബിൽതു, ഞാൻ ഉത്തരം കൊടുക്കാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ? എത്ര പ്രതീക്ഷയുള്ള സംഭവമാണ്. നമ്മള് 1-2 തവണ പറഞ്ഞു പോയല്ലോ, പക്ഷെ അതൊരു പ്രതീക്ഷയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് മഴ കിട്ടാതിരുന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യാൻ നിൽക്കാണ്. മഴ കിട്ടുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും മഴ കിട്ടുന്നില്ല. അവസാനം അല്ലാഹു പറഞ്ഞു കൊടുത്തില്ലേ, 40 വർഷമായി തെറ്റ് ചെയ്യുന്ന ഒരാള് ഈ പ്രാർത്ഥനാ സദസ്സിലുണ്ട്, അയാള് പോകുന്നത് വരെ ഉത്തരം കിട്ടൂല. മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട്, അനുചരന്മാരോട് അത് പറഞ്ഞു കൊടുത്തു. നിങ്ങളെ കൂട്ടത്തിൽ ആരോ ഒരാള് 40 വർഷമായിട്ട് തെറ്റ് ചെയ്യുന്ന ആളുണ്ട്, അയാൾ പോയാലേ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുള്ളൂ, മഴ കിട്ടുള്ളൂ. ഈ മനുഷ്യൻ പേടിക്കാൻ തുടങ്ങി.
പഠിച്ചോനെ, ഞാനാണല്ലോ ആ മനുഷ്യൻ, 40 വർഷമായിട്ട് അപരാധം ചെയ്യുന്ന ആള് ഞാനാണല്ലോ, ഞാൻ കാരണമാണല്ലോ മഴ വർഷിക്കാത്തത്. ഞാൻ എങ്ങാലും ഇവിടുന്ന് പോയാൽ ആളുകളൊക്കെ മനസ്സിലാക്കുമല്ലോ ഞാനാണല്ലോ തെറ്റുകാരൻ. അതല്ല, ഇനി ഞാൻ പോയിട്ടില്ലെങ്കിലോ ഇവർക്ക് മഴ വർഷിക്കുകയുമില്ലല്ലോ. ആ സമയത്ത് ആ മനുഷ്യനുണ്ടല്ലോ, ഒരു വല്ലാത്ത തൗബയങ്ങ് ചെയ്തു. ആ മൊമെന്റിൽ, ആ സദസ്സിൽ വെച്ച് അയാളും അല്ലാഹും അറിയുന്ന രൂപത്തിൽ, പടച്ചോനെ, ഇനി ഞാൻ തെറ്റ് ചെയ്യൂല അല്ലാഹ്, ഇത് പറഞ്ഞങ്ങ് തൗബ ചെയ്തപ്പോ മഴ വർഷിക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു പോയി. നമ്മളെ സദസ്സിന്ന് ആരും പോയിട്ടില്ല, മഴ വർഷിക്കാനും തുടങ്ങിയല്ലോ, ഇതെങ്ങനെ? അള്ളാഹിനോട് ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു, ആ മനുഷ്യൻ ഒരു വല്ലാത്ത തൗബയാണ് ചെയ്തത്. ആ തൗബ കൊണ്ട് അയാളെ സകല പാപങ്ങളും പുറത്തിരിക്കുന്നുവെന്ന്. എത്ര വർഷം തെറ്റ് ചെയ്താൽ 40 വർഷം പുറത്തു കൊടുത്തതോ ഒരൊറ്റ മൊമെന്റ് കൊണ്ട്. അതാണ് നമ്മളെ അല്ലാഹ്, അതാണ് നമ്മളെ റബ്ബ്. ഇത്രയും കാലം നാം ചെയ്തു വെച്ച തെറ്റുകൾ മുഴുവൻ അവൻ മറച്ചു വെച്ചു. ഇനിയോ റബ്ബുകൽ ഗഫൂർ, ആ റബ്ബ് നമുക്കെല്ലാം പുറത്തരും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ പുറത്തരുന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല, നല്ലോണം ചോദിക്കണം. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലരൊക്കെ ദ്വാരക്കുമ്പോ അള്ളാഹ് ഉത്തരം കൊടുക്കൂല. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ഉത്തരം കൊടുക്കരുത്, ഇപ്പോഴൊന്നും ഉത്തരം കൊടുക്കരുത്. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതഹു, അയാളുടെ പ്രാർത്ഥനാ സ്വരം കേൾക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് പറയുന്നു നമ്മുടെ അല്ലാഹ്. അല്ലാഹു അങ്ങനെ അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്തെല്ലാം, ഒന്നും ചിന്തിക്കണ്ട. ഇത്രയൊക്കെ കാലം നമ്മൾ ഇവിടെ ഈ ദുനിയാവിൽ ജീവിച്ചല്ലോ. കണ്ടതിന് പരിധിയുണ്ടോ? കേട്ടതിന് പരിധിയുണ്ടോ? പറഞ്ഞതിന് പരിധിയുണ്ടോ? അല്ലാഹു ഗഫൂറായത് കൊണ്ടല്ലേ ഇനിയും കരഞ്ഞ് പാശ്ചാത്തപിച്ച് മടങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലാഹ ഖലഖർ റഹ്മത യൗമ ഖലഖ ആമിഅത റഹ്മ, അല്ലാഹു 100 റഹ്മത്ത് ഉണ്ടാക്കി. എന്നിട്ടോ ഫഅംസക ഇൻദഹു 99 റഹ്മ, അതിന്റെ 99% അല്ലാഹ് അവിടെ പിടിച്ചു വെച്ചു. അതിൽ നിന്നുള്ള ഒന്ന് മാത്രം വഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദ, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും കൂടെ അല്ലാഹ് കൊടുത്തത് 1% റഹ്മത്താണ്. വാപ്പ മോനോട് കാണിക്കണ റഹ്മത്ത്, ഉമ്മ മോനോട് കാണിക്കണ റഹ്മത്ത്, ഈ മൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന റഹ്മത്ത്, അങ്ങനെ ലോകത്ത് കിടക്കുന്ന പരന്നു കിടക്കുന്ന മൊത്തം റഹ്മത്ത് എടുത്തായി അല്ലാഹ് ഉണ്ടാക്കി വെച്ച റഹ്മത്തിന്റെ 1% മാത്രമാണ്. പ്രതീക്ഷയുണ്ട് വാപ്പാ, പ്രതീക്ഷയുണ്ട് സുഹൃത്തേ. ബാക്കി 99% അഖറ 99 റഹ്മത്തൻ യർഹമു ബിഹാ യൗമൽ ഖിയാമ, ബാക്കി 99% അന്ത്യനാളിലാണ് അല്ലാഹു കാണിക്കുകയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ നിരാശരാവണ്ട, ഇനിയൊന്ന് നന്നായാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റുകൾ ഉണ്ടാകും, തെറ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ അള്ളാഹിന്റെ അടുക്കൽ ഉന്നതരാകും. എന്തിനനുസരിച്ച്? തൗബയുടെ ഖദറിനനുസരിച്ച്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പക്ഷേ തൗബക്കൊരു നിബന്ധന ഉണ്ട്, ഇനിയും ചാൻസ് കിട്ടിയാൽ ചെയ്യും എന്നാണ് നിങ്ങളുടെ നിയ്യത്തെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹിനെ തിരിഞ്ഞിട്ടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന് ബോധ്യപ്പെട്ടിട്ടില്ല, അപ്പൊ നമ്മുടെ തൗബ നാടകമാണ്. നമ്മുടെ തൗബ തൗബയാകണം, പൊട്ടിക്കരഞ്ഞിട്ട്. ഇല്ല റബ്ബേ, നീ തന്ന കണ്ണാണ്, നീ തന്ന നാക്കാണ്, നീ തന്ന ശരീരമാണ്,
നിന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിച്ചു എന്ന ഒരാത്മസങ്കടം ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പാണ് ആ തൗബ കൊണ്ട് ഉമ്മ നമ്മെ പെറ്റ അന്നത്തെ പരിശുദ്ധിയിലേക്ക് നമുക്ക് മടങ്ങാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ദിവസമാണ് ഈ വിശുദ്ധമായ റമദാനിലെ ഓരോ ദിവസവും. നമുക്ക് പലപ്പോഴും ഇതിന്റെ വില മനസ്സിലായിട്ടില്ല. നമ്മളങ്ങനെ പലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പലരൊക്കെ അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്, ആരും ഇല്ല എന്നല്ല. പക്ഷേ ഒരു മെജോറിറ്റിക്കും ഞാൻ റമദാനിലാണല്ലോ, പുണ്യങ്ങളുടെ പൂക്കാലമാണല്ലോ, പടച്ചോൻ എല്ലാ തെറ്റും പുറത്തു തരാൻ കാത്തിരിക്കുന്ന നാളാണല്ലോ. ഇത് നമുക്കെന്താ അറിയാം, നരകത്തെ പറ്റിയൊക്കെ ആലോചിക്കണം. നമ്മളൊരു ഹറാമ് കണ്ടത്, ഒരു ഹറാമ് കേട്ടത്, ഒരു ഹറാമിന് ശരിവെച്ചു കൊടുത്തത് അല്ലാഹ് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നാം അനുഭവിക്കേണ്ട വേദന എന്താകും? നരകത്തിൽ ഒരു നിമിഷം കടന്നാൽ ഇതൊന്നും കെട്ടുകഥല്ലല്ലോ. മുത്തു റസൂലുള്ള പറഞ്ഞില്ലേ, ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ലബകൈതും കസീറാ, നിങ്ങൾ ഒരുപാട് കരയും. വല ലഹിഖതും ഖലീലാ, നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ. റസൂലുള്ളാഹി കണ്ടില്ലേ നരകം, അതിലെ ബുദ്ധിമുട്ടുകൾ എന്താണ്? ആ നരകത്തിൽ ഒരു മനുഷ്യൻ കിടന്നിപ്പോ നമ്മളൊക്കെ അനുഭവിക്കുന്ന AC-യുടെ സുഖത്രേ. ഒരു ചൂട് പോലും താങ്ങാത്ത നമ്മൾ ഒരു ദിവസമൊന്നും വേണ്ട, ഒരു മിനിറ്റ് നരകത്തിലിട്ടുപോയാൽ വെന്തുപോകില്ല ശരീരം, കരിഞ്ഞു പോകില്ല ശരീരം. ദാഹിച്ചിട്ട് നമ്മൾ അല്ലാഹുവോട് വെള്ളം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ മാലാഖര് നൽകുന്ന വെള്ളം വ്യഭിചാരിയുടെ ഗുഹ്യ ഭാഗത്തിലൂടെ ഒലിക്കുന്ന ജലമാണെന്ന് ഹദീസിന്റെ കിതാബുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോ പേടിക്കണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾ എത്രയോ തെറ്റ് നമുക്കില്ലേ. ഇതിലേതെങ്കിലും ഒന്ന് പുറത്തു കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരൊറ്റ ഒന്ന് പുറത്തു കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു നിമിഷം നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ താങ്ങാൻ സാധിക്കുമോ പൊന്നുപ്പമാരെ? ഏറ്റെടുക്കാനാകുമോ പൊന്നു സുഹൃത്തെ? അല്ലാഹു നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇത് പാപമോചനത്തിന്റെ സമയമാണ്. അല്ലാഹ് ഇങ്ങനെ കാത്തിരിക്കാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നൽ അബ്ദ, അല്ലാഹുവിന്റെ അടിമ, ലയുദ്നിബു ദംബൻ, തെറ്റ് ചെയ്യും. പക്ഷെ തെറ്റ് ചെയ്തപ്പോഴോ അല്ലാഹുവിനെ ഓർത്തിട്ട് ലാ യസാലു നാദിമാ, അതിന്റെ പേരിൽ ഇങ്ങനെ ഖേദിച്ച് റബ്ബേ സംഭവിച്ചല്ലോ, തെറ്റുപറ്റി പോയല്ലോ, നോക്കിപ്പോയല്ലോ, കണ്ടല്ലോ, പറഞ്ഞല്ലോ, ഈ വേദനയങ്ങ് വന്നു കഴിഞ്ഞാൽ ആ വേദന കാരണം അവന് സ്വർഗത്തിൽ കടക്കും. സ്വർഗത്തിൽ കടക്കുന്നത് വരെ അവന്റെ ഉള്ളിലെ സങ്കടമാണ്. അപ്പോഴുണ്ടല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയും, ലൈതനി ലം ഊകിഹു ഫിദ്ദംബി, ഈ ചെങ്ങായിനെ കൊണ്ട് തെറ്റി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതിപ്പോ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ തെറ്റ് ചെയ്തിനും കാട്ടി വലിയ തൗബയാണോ ചെയ്യണത്? അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതനായി പോയല്ലോ. അവന് തെറ്റ് ചെയ്തില്ലെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഇബ്ലീസ് പറയുന്ന രംഗം ആ പറയുന്ന സമയമാണ് ഈ റമദാൻ. ഒരു മിനിറ്റ് പോലും മിസ്സാക്കരുത്. നല്ല പള്ളിയും സൗകര്യവും ഒക്കെ നമുക്കുണ്ടല്ലോ, ഒന്ന് നേരത്തെ വരിക, എന്നിട്ട് അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുക. രാത്രി സമയങ്ങളിൽ ഇലാഹായ റബ്ബിലേക്ക് കൈനീട്ടി പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ പടച്ചവൻ നൽകുന്ന വല്ലാത്തൊരു ഓഫറുണ്ട്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്യേണ്ടതുപോലെ തൗബ ചെയ്താൽ കള്ളു കുടിച്ചവർ, വ്യഭിചരിച്ചവർ, ഹറാമ് കണ്ടവർ, കേട്ടവർ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ തൗബയാണെങ്കിൽ പടച്ചോൻ തരുന്ന വലിയ സമ്മാനം എന്തെന്നറിയുമോ? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഇങ്ങനൊക്കെ ചെയ്യാൻ അല്ലാഹുവിനെ കഴിയുള്ളൂ.
ആലോചിച്ച് നോക്കി, ഈ തെറ്റ് മുഴുവനും അല്ലാഹു നന്മയാക്കി മാറ്റുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനിലൊരു ആയത്താണത്. യുബദ്ദിലുല്ലാഹു, അല്ലാഹു മാറ്റുന്നതാണ്, സയ്യിആതിഹിം, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ മുഴുവൻ ഹസനാത്തിൻ, നന്മകളാക്കി മാറ്റിത്തരും. ഇതൊരു എന്തൊരു റഹ്മത്താണ്, എന്തൊരു ഗഫാറാണ് നമ്മുടെ അല്ലാഹു. നമ്മൾ അല്ലാഹുവിനെ ധിക്കരിച്ചതും വേദനിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും കൊച്ചാക്കിയതും ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ, ഇതെല്ലാം അല്ലാഹു നമുക്ക് നന്മയാക്കി തരാൻ ഉള്ള മാർഗമാണ് തൗബ. ആ തൗബയുടെ മാസമാണ് പരിശുദ്ധമായ റമളാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാട്സപ്പ് തുറന്ന് ഒരുപാട് ചർച്ചകൾ ഉണ്ടാകും, അതിലൊന്നും ഇടപെടില്ല. വാട്സപ്പും മൊബൈലും ചർച്ചയൊക്കെ ഇടയുണ്ടാകും. ചിലപ്പോൾ അവസാനത്തെ റമളാനായിരിക്കും, അവസാനത്തെ റമളാനിലെ ദിവസവും. ഇന്നലെ നമ്മുടെ പരിസരത്ത് ആളുകൾ മരിച്ചില്ലേ, അവർക്കും റമളാനല്ലേ. ചിലപ്പോ ഇത് നമ്മുടെ അവസാനത്തെ റമളാനാകും. അതിന് പ്രായമൊന്നും വേണ്ട. വകമ്മിൻ സ്വഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീളിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര ആരോഗ്യവാന്മാർ, എത്ര ചെറുപ്പക്കാർ, എത്ര സുന്ദരന്മാരും സുമുഖന്മാരുമായി നടക്കുന്നവരാണ് പെടഞ്ഞു വീണ് മരിക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞങ്ങളൊക്കെ ഒരു സുഹൃത്ത് അനസ് ഹുദവി എന്ന് പറയും, കുറച്ചു മുമ്പ് മരിച്ചത് എങ്ങനെ, ഖത്തറിലാണ്, നല്ല ജോലിയിലായിരുന്നു. വ്യാഴാമത്തിന് ഇറങ്ങി ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിക്കായിരുന്നു. കളിക്കിടയിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ കയറിയതാണ്. അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി. അതിന്റെ 2 ദിവസം മുമ്പോ അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. ആലോചിച്ചു നോക്കി, അള്ളാന്റെ വിളി എപ്പോഴും വരും. ചിലപ്പോ ഇത് അവസാനത്തെ റമളാനായിരിക്കും. പൊന്നുപ്പമാരെ ഉപയോഗപ്പെടുത്തണേ. ഓരോ മൊമെന്റും അല്ലാഹു നമ്മളോട് പറയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എത്രത്തോളം എന്നറിയുമോ? ലൗ ബലഅത ദുനൂബുക, നിന്റെ തെറ്റിയെത്തി, അനാനസമായി, ആകാശം മുഴുവൻ തെറ്റ് ചെയ്തു, എന്നിട്ട് നീ എന്നോട് തൗബ ചെയ്താലും ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ്. ഇങ്ങനെ അല്ലാതെ ആര് പറയാൻ? ആലോചിച്ച് നോക്കി. ബിഖുറാബിൽ അർള്, മറ്റൊരു വാക്യം, നിങ്ങൾ ഭൂമി നിറയെ തെറ്റുമായി വന്നാൽ അല്ലാഹു പറയാണ്, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ ഞാൻ നിങ്ങൾക്ക് പുറത്തുതരും. ഇതാണ് വറബ്ബുകൽ ഗഫൂർ. നമ്മുടെ ഇന്നത്തെ ആയത്തിന്റെ മർമ്മം റമളാനിൽ പഠിക്കേണ്ട ആയത്താണ്. എല്ലാം പൊറുക്കണ അല്ലാഹ്. പുറത്ത് തന്നിട്ടില്ലെങ്കിലോ? അത് ആലോചിക്കണം. പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഖബറ് കുടുസാണ്, മഹ്ശറയിൽ മുങ്ങി തപ്പേണ്ടി വരും. ഇത് വലിയൊരു ലോകല്ലേ. കണ്ണണ്ടടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകം തുടങ്ങാം. ആ ലോകത്തിൽ ഓരോ ഘട്ടവും നമ്മൾ ഒറ്റയ്ക്ക് നേരിടണം. 6 അടി മണ്ണിൽ കിടന്നാൽ ശിക്ഷ, മഹ്ശറാവൻ സഭയിലും പേടി, സിറാത്ത് പാലം കടക്കുമ്പോഴും പേടി, നരകത്തിൽ പോയാലോ ബേജാറാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ ആ നരകത്തെ കണ്ട കാഴ്ച നിങ്ങളെങ്ങാലും കണ്ടാൽ കോമഡി കാണാൻ സമയം ഉണ്ടാവൂല. കോമഡി കണ്ട്, ഷോർട്സ് കണ്ട്, സ്റ്റാറ്റസ് കണ്ട് ചിരിക്കല്, ഇതിനൊന്നും നേരം ഉണ്ടാവൂല, ബേജാറാണ്. നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ഏറ്റവും വലിയ തെളിവ് മുഹമ്മദ് മുസ്തഫ കണ്ടിട്ടുണ്ടല്ലോ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബോധപൂർവം നമ്മൾ ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ റുസിക അർബഅൻ, 4 കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ ലം യുഹറം അർബഅ, 4 കാര്യങ്ങൾ തട്ടപ്പെടുകയില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒത്തമൻ റുസിക ദുആ, ദ്വാരക്കാനൊക്കെ അള്ളാഹു ഒരാൾക്ക് തൗഫീഖ് കൊടുത്തു. നല്ല ദുആ ചെയ്യുന്ന ആളാണ്, ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നാലും യഹ്റുമിൽ ഇജാബ, ഉത്തരം അള്ളാഹു നൽകും. ചിലപ്പോ നമ്മൾ ദ്വാരത്തിന് ഇപ്പൊ കിട്ടിക്കൊള്ളുന്നില്ല,
പിന്നെ തരും. ഒരു സമയത്ത് അള്ളാഹു തരും. ചിലപ്പോ ആഖിറത്തുനിന്ന് തരും, ദുന്യാവിൽ നിന്ന് തരും. ചിലപ്പോ നമ്മൾ ചോദിച്ചു തന്നെ കിട്ടൂല, വേറെ അതിനേക്കാൾ നല്ലത് തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൗബ ചെയ്താൽ ഉറപ്പാണ് അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു പാപമോചനവും നൽകുന്നതാണ്. വമൻ റുസിക ശുക്ർ, നമുക്ക് ഉണ്ടാവേണ്ട വേറൊരു തൗഫീഖാണത്. അള്ളാഹ്ക്ക് നല്ല ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് നാവിൽ മാത്രമാകരുത്. അള്ളാഹ് എനിക്ക് തന്നല്ലോ തന്നല്ലോ, എന്നെ നോക്കിയല്ലോ, പരിപാലിച്ചല്ലോ, ഈ ഒരു ചിന്ത അത് നാവിലൂടെ ഹംദായി കടന്നു വന്നാൽ മൻ റുസിക ശുക്റാ, നിങ്ങൾക്ക് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ ലം യഹ്റുമിസ്സിയാദ, അല്ലാഹു കൂട്ടി കൂട്ടി തരും. വർദ്ധനവിന് അല്ലാഹു തടഞ്ഞു വെക്കും. നമുക്ക് കുറയണതിന്റെ കാര്യം എന്താ? നമുക്ക് നിഅമത്ത് നഷ്ടപ്പെടുകയും ഇല്ലായ്മയിലേക്ക് പോകും ചെയ്യുന്നതിന്റെ കാര്യം ഈ ശുക്ർ പോയി. ഇല്ലെന്ന പാട്ട് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടല്ല. ഉണ്ട് എന്ന് പറഞ്ഞു നോക്കി. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്തിരി കഴിക്കാൻ നിൽക്കുക. കൂട്ടാൻ എന്താ? അല്ല ഹല്ല്, സുർക്ക. സുർക്ക ഇങ്ങനെ മുമ്പിൽ പത്തിരിക്ക് കൂട്ടാൻ സുർക്ക. റസൂലുള്ളാഹി പറഞ്ഞൊരു വർത്താനം, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക എന്തൊരു നല്ല കൂട്ടാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബാണ് 3 മണിക്ക് എണീറ്റിട്ട് നീര് കെട്ടണ വരെ നിസ്കരിക്കുക. കാലിങ്ങനെ നീര് കെട്ടുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ റിസ്ക് എടുക്കണം. റസൂലുള്ളാഹി എന്താ ചോദിച്ചത്? എനിക്ക് സ്വർഗം വേണമെന്നല്ല, എനിക്ക് ഇന്നാലിന്റെ യുദ്ധത്തിൽ ജയിക്കണം എന്നല്ല, എന്റെ മക്കളെ കാര്യം നന്നാവണമെങ്കിൽ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കണം എന്നല്ല. അഫലാ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹ് എനിക്ക് ഇത്രയൊക്കെ തന്നില്ലേ, അതിന് ഞാൻ നന്ദി ചെയ്യണ്ടേ? അവിടെയാണ് പ്രശ്നം. നമ്മൾ എന്തിനാ സ്വലാത്തില്ലണത്? നമ്മൾ എന്തിനാണ് ഖത്തം തീർക്കണത്? നമ്മൾ എന്തിനാണ് നിസ്കരിക്കുന്നത്? നമ്മൾ എന്തിനാണ് മജ്ലിസുൻ നൂറിന്റെ സദസ്സിലേക്ക് പോകുന്നത്? ഇനിയും ഇങ്ങോട്ട് കിട്ടാൻ അല്ലാഹ്ക്ക് അതല്ല ഇഷ്ടം. നിങ്ങൾക്ക് ഒരുപാട് തന്നില്ലേ, അതിന് നിങ്ങൾ ശുക്ർ ചെയ്യണേ. ശുക്ർ ചെയ്താൽ അള്ളാഹു കൂട്ടി കൂട്ടി തരുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെറും ലാഭമല്ല നോക്കേണ്ടത്, നിങ്ങളുടെ കിട്ടുന്ന പരിപാടിയില്ല. അങ്ങോട്ട് നല്ലോണം കൊടുക്കുക. അള്ളാഹ് തന്നീലേ തന്നീലേ എന്നുള്ള ചിന്ത വന്നാൽ ഉറപ്പാണ് ഇനി ശകർത്തും, നിങ്ങൾ നന്ദി ചെയ്താൽ അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരുമെന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് റബ്ബുക്കൽ ഗഫൂർ, നിന്റെ റബ്ബ് വല്ലാതെ പൊറുക്കുന്നവനാണ്. ദുർറഹ്മ, നിന്റെ റബ്ബ് വല്ലാതെ കാരുണ്യം കാണിക്കുന്നവനുമാണ്. ലൗ യുആഖിദുഹും ബിമാ കസബൂ, മനുഷ്യർ ചെയ്തതുകൊണ്ട് അല്ലാഹ് എങ്ങാലും പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, അല്ലാഹു അവരെ അദാബ് ഉളരിപ്പിക്കുമായിരുന്നു. അല്ലാഹ് പുറത്തിരുന്നോണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ജീവിക്കാനൊക്കെ കഴിയണത്. എന്നാലും ഒന്നും പറയാണ്, മറിച്ച് അള്ളാഹ് ഇങ്ങനെ പുറത്തിരുന്ന് കണ്ടിട്ട് അതിൽ വീണ് പോണ്ട. കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നീട്ടി സുഖിപ്പിക്കാന്നുള്ളത് ആദ്യം അള്ളാഹ് പറഞ്ഞതാണ്. കുറച്ച് ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് എനിക്കൊരു പ്രശ്നമില്ലല്ലോ, പിന്നെയും ചെയ്തു, ഒരു പ്രശ്നമില്ലല്ലോ. തെറ്റിദ്ധരിക്കരുതേ, അള്ളാഹ് പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചൊക്കെ പിന്തിപ്പിച്ച് തരുമെന്നും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അതിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുതേ. പടച്ചോൻ പൊറുത്തു തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തെറ്റ് ചെയ്യാലോ. പിന്നെയും പൊറുക്കല്ല ചോദിച്ചാ പോരെ, പിന്നെയും തെറ്റ് ചെയ്യാ. തെറ്റ് ചെയ്തിട്ടും എന്റെ ബിസിനസ്സിൽ ഒരു കുറവുമില്ലല്ലോ, തെറ്റ് ചെയ്തിട്ടും ആളുകൾക്കിടയിൽ എനിക്ക് സ്വീകാര്യതയുണ്ടല്ലോ. ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ, ഖുർആന് പച്ചക്ക് സുതരാം വ്യക്തമായിട്ടാ പറഞ്ഞത്. മറിച്ച് അവർക്കൊരു വാഗ്ദത്ത സമയമുണ്ട്. തെറ്റ് ചെയ്താലും പുറത്തുനിന്ന് ഒരു സ്പോട്ടുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ
അവർക്കൊരു അഭയസ്ഥാനവും കിട്ടൂല. അള്ളാഹു ആ ബോധം പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു ആ ബോധം പ്രദാനം ചെയ്യട്ടെ. എന്നിട്ട് അള്ളാഹ് പറയാണ്, വത്തിൽക്കൽ ഖുറ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് നാടുകൾ ഉണ്ടായിരുന്നല്ല, സമൂഹങ്ങൾ. മൂസാ നബിയുടെ സമൂഹം, ലൂത്ത് നബിയുടെ സമൂഹം, സ്വാലിഹ് നബിയുടെ സമൂഹം. അഹ്ലക്നാഹും, അവരെയൊക്കെ നമ്മൾ നശിപ്പിച്ചില്ലേ? അള്ളാഹ് തെളിവ് തരികയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഇപ്പത്തെ സുഖവും ഈ കിട്ടലൊക്കെ കാണുമ്പോ അങ്ങനൊന്നൊരു ലോകല്യാന്ന്. ഒന്ന് ചരിത്രത്തിലേക്ക് നോക്കൂ, എത്രയെത്ര തിട്ടമ്പേറ്റ സമൂഹമാണ് നിലംപരിശായി പോയത്. ലമ്മാ വലമോ, അവർ ഉൽമ ചെയ്തപ്പോ, വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദാ, അവരെ നശിപ്പിക്കാൻ നമ്മളൊരു സമയം വെച്ചിരുന്നു. സമയം എത്തിയപ്പോ പിന്നെ നമ്മൾ നീട്ടില്ല. 950 വർഷമാണ് നൂഹ് നബി അലൈഹി സ്വലാം ദഅവത്ത് നടത്തിയത്. സ്വന്തം മോൻക്ക് വരെ തോന്നി വാപ്പ വെറുതെ തള്ളാണ്, അന്ന് വലിയ കാര്യമില്ല, അടിച്ചു പൊളിക്കാന്ന്. അവസാനം അള്ളാഹ് പിടിക്കാൻ തുടങ്ങിയപ്പോ മോന് കരയാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുള്ളത് വിശുദ്ധമായ റമദാനിലാണ്. ഉപയോഗപ്പെടുത്തുക. തെറ്റ് സംഭവിക്കാത്ത ആരും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എന്റെ തെറ്റൊക്കെ പുറത്തു നിൽക്കണെന്ന് റിലാക്സ് ആയിട്ടിരിക്കും വേണ്ട. കാരണം പൊറുക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ, ഒന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷയുടെ വലുപ്പം അതിശക്തമാണ്. എല്ലാം ഉള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നല്ല നല്ല ദിവസം കിട്ടുമ്പോ സുജൂദ് കണ്ട് വീണിട്ട് പൊട്ടി പൊട്ടി കരയാം. ആര്? മഅസൂമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അഥവാ അള്ളാഹ് എനിക്ക് തന്നില്ലെങ്കിലോ, അള്ളാഹ് ആ ഒരു ബോധം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, ഹത്താ ലനന്തു അന്നഹു മാത്, ആ സുജൂദിൽ കിടന്നിട്ട് മുത്തുനബി വഫാത്തായിക്കണെന്ന് എനിക്ക് തോന്നിപ്പോയി. അമ്മാരി തൗബ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, തെറ്റുകുറ്റങ്ങൾ നമ്മിൽ സംഭവിച്ചു പോയി, എല്ലാവരിലും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മളല്ലാഹു ഗഫൂറാണ്, നമ്മളല്ലാഹു റഹ്മാനാണ്, നമ്മളൊന്ന് എല്ലാം പൊറുക്കണോനാ. തെറ്റ് ചെയ്തോൻ അള്ളാഹിനോട് പൊറുക്കല്ല ചോദിച്ചാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ലോണം തേടുക. എൻ്റെ എല്ലാ തെറ്റും പുറത്ത് ഞാൻ റിലാക്സ് ആയെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എത്ര മനോഹരമാണ്. ഒരൊറ്റ ബൈത്ത് മാത്രം പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇമാമുന ശാഫഈ തങ്ങൾ ചൊല്ലിയ ബൈത്താണത്. മരിക്കാൻ ഇങ്ങനെ കിടക്കും, അല്ലാഹു അങ്ങനത്തെ മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വലമ്മാ ഖസാ ഖൽബി വളാഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ഷാഫി ഇമാം ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ മനോഹരമായിട്ടൊരു കവിത ചൊല്ലാണ്. അല്ലാഹ്, എന്റെ മുമ്പിലുള്ള എല്ലാ മാർഗങ്ങളും പൊട്ടിയടക്കപ്പെട്ടു ഞാൻ മരിക്കാൻ കിടക്കുകയാണ്. ഇനി എനിക്ക് നിന്നിലേക്കുള്ള കോണിയായിട്ട്, നിന്നിലേക്കുള്ള മാർഗമായി പ്രതീക്ഷയുള്ളത് നിന്റെ ആ മാപ്പ്. അതല്ലാതെ എനിക്കൊരു പ്രതീക്ഷയില്ല. ആര്? തെറ്റൊന്നും ചെയ്യാതെ ജീവിച്ച ഇമാമുന ശാഫഈ തങ്ങൾ പാടുകയാണ്, പഠിച്ചോനെ, എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ കൂടി 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 പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്റെ തെറ്റിനെ ഞാൻ ചെയ്ത തെറ്റും എന്റെ മാപ്പും കൂടെ ഞാൻ ഇങ്ങനെ താരതമ്യം ചെയ്തു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, നിന്റെ മാപ്പാണ് വലുത്. അതുകൊണ്ട് എനിക്ക് പുറത്തരണേ. എപ്പോ? മരിക്കണതിന്റെ തൊട്ട് മുമ്പ് വരെ എല്ലാ സമയത്തും ഓരോ റമദാനിന്റെ ദിവസവും 2 ഖത്തം തീർത്ത ശാഫഈ തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ വരെ തൗബ ചെയ്തു. എന്നിട്ട് ഈ ബൈത്തും പാടില്ല, ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാണ് വഫാത്തായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കാണ്, നമ്മൾ അല്ലാഹു ഗഫൂറാണ് എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാ തെറ്റും
കൊടുത്തു എന്ന് വിചാരിച്ച് റിലാക്സ് ആവരുത്. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഒരു തെറ്റിന് തന്നെ 1000 തൗബ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എനിവേ നമ്മുടെ ഏതെങ്കിലും ഒരു തെറ്റ് അല്ലാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ അനുഭവിക്കേണ്ട ത്യാഗവും കഷ്ടപ്പാടും നരകവും അത്രമേൽ ദുഷ്കരമാണ്. പടച്ചോ നമ്മളെ കാക്കട്ടെ, പടച്ചോ നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു നിമിഷം പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ദുആ കഴിഞ്ഞാൽ ഉടനെ മയ്യത്ത് നിസ്കാരം കൂടെ ഉണ്ടാകും.